പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. സ്കൂളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. അർജുന്റെ മരണത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണവും തുടരുകയാണ്. ഇക്ബാൽ അറയ്ക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറയ്ക്കൽ, അധ്യാപികയും പ്രധാനാധ്യാപികയും പുറത്താക്കിയിട്ടുണ്ട്. ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. എന്താണ് പ്രാഥമികമായ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ പോലീസിന്? ഇക്ബാൽ, ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, നിലവിൽ അർജുൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പാലക്കാട് DEOയുടെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്തി. പക്ഷേ ഈ അന്വേഷണത്തിൽ അധ്യാപകരുടെ പിഴവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. മാത്രമല്ല, പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ആ റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തള്ളുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും അതിനുശേഷം ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ അർജുൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ളൊരു വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് അർജുൻ്റെ കുടുംബം നൽകിയ പരാതിയിൽ ഇപ്പോൾ കുഴൽമന്നം പോലീസ് അന്വേഷണം നടത്തുകയാണ്. നിലവിൽ അസ്വാഭാവിക മരണത്തിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഈ അർജുൻ്റെ സുഹൃത്തുക്കളുടെയും അതുപോലെ തന്നെ കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുടെയും വിശദമായിട്ടുള്ള മൊഴി ഈ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കൂടുതൽ മൊഴികൾ ഉൾപ്പെടെ രേഖപ്പെടുത്തിയതിനു ശേഷം അതുപോലെ തന്നെ സ്കൂളിലെ CCTV ദൃശ്യങ്ങളുടെ കൂടുതൽ പരിശോധനകൾക്ക് ശേഷം ഈ സംഭവവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കാനാണ് കുഴൽമന്നം പോലീസിന്റെ തീരുമാനം. ഈ പരിശോധനകൾക്ക് ശേഷം ഒരു പക്ഷേ പിഴവ് കണ്ടെത്തിയാൽ അധ്യാപകർക്കെതിരെ കേസെടുത്തേക്കും എന്നുള്ളതാണ് ഇപ്പോൾ കുഴൽമന്നം പോലീസിൽ നിന്നും ലഭ്യമാവുന്ന വിവരം. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് കണ്ണാടി പല്ലഞ്ചാത്തന്നൂർ സ്വദേശിയായിട്ടുള്ള ഈ 14 വയസ്സുകാരൻ അർജുൻ വീട്ടിൽ ആത്മഹത്യ ചെയ്യുന്നത്. സ്കൂളിലെ അധ്യാപകരുടെ മാനസിക പീഡനം മൂലമാണ് അർജുൻ ജീവൻ ഒടുക്കിയെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും ആരോപിച്ചിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ സുഹൃത്തുക്കൾ തമ്മിൽ അയച്ച മെസ്സേജുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ക്ലാസ് അധ്യാപിക അർജുനെ മറ്റ് കുട്ടികളുടെ മുന്നിൽ വെച്ച് മോശമായി സംസാരിച്ചു. അതിനോടൊപ്പം തന്നെ സൈബർ സെല്ലിൽ പരാതി നൽകുന്നുണ്ടെന്നും ജയിൽ ശിക്ഷ ഉൾപ്പെടെ അനുഭവിക്കേണ്ടി വരുമെന്നും പറഞ്ഞ് ഭയപ്പെടുത്തി. ഇതാണ് അർജുൻ ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് സുഹൃത്തുക്കൾ അന്ന് തന്നെ ആരോപിച്ചിരുന്നത്. ഏതായാലും ആ സുഹൃത്തുക്കൾ, അർജുൻ്റെ സുഹൃത്തുക്കൾ ഈ മൊഴി വിവരം പൂർണ്ണമായും ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുകയാണ്. ഏതായാലും ഈ കുട്ടികളുടെ ഉൾപ്പെടെ മൊഴി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് തുടർ നടപടികൾക്ക് ഇപ്പോൾ നീക്കം ആരംഭിച്ചിട്ടുള്ളത്. ഏതായാലും വിശദമായിട്ടുള്ള CCTV പരിശോധന ഉൾപ്പെടെ പോലീസ് നടത്തുന്നു. ആ പരിശോധനയ്ക്ക് ശേഷമാണ് ഇനി തുടർ നടപടികൾ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, താങ്ക് യു. ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത്.